സമാപന ഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി ഷാഹിദ് മുസ്ലിം ഫാറൂഖിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ് ഇബാദല്ലാഹ്. ഏറ്റവും ആദരവുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള തർബിയത്ത് സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ്റെ കീഴിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി എല്ലാ വർഷവും മലപ്പുറം വെസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ മഹാസമ്മേളനം പല തവണകളിലായി പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അള്ളാഹു ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. രാവിലെ മുതൽ ഇതുവരെ എല്ലാ സമയത്തും പ്രഭാഷണങ്ങളാണ് എങ്കിലും അതെല്ലാം കേൾക്കാൻ നോമ്പുകാരായി എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ കുറഞ്ഞൊരു സമയം, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ സംസാരം നമ്മൾ ക്രോഡീകരിക്കും. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, ഈ പറഞ്ഞതെല്ലാം ഉൾപ്പെടുത്തി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വിശ്വാസികളായ നമ്മൾ റമദാനിനെ വളരെ സജീവമായി ഇതുവരെ നിലനിർത്തി. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീത്തിൻ്റെ ആശയം പറഞ്ഞ് ഒന്നാമത്തെ ഭാഗം പറയാണ്. ഒരു വിശ്വാസിയുടെ അവസാനം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ സ്വർഗവും നരകവും. റമദാനിൻ്റെ അവസാനം വരെ നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ റമദാനിൻ്റെ റയ്യാൻ കവാടവും, അല്ലെങ്കിൽ റമദാൻ കൊണ്ട് നമ്മൾക്ക് നഷ്ടം സംഭവിക്കണം. ഈ രണ്ട് തീരുമാനം റമദാൻ അവസാനം വരെയുള്ള നമ്മുടെ നിലപാടാണ്. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഞാൻ സഹോദരിമാർ, ഞാൻ എൻ്റെ ഭാര്യനോടൊക്കെ പറയലുണ്ട്, നമ്മുടെ സഹോദരിമാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള എല്ലാവരുടെയും നോമ്പ് ഒരു 3 ലേ ആണ്. ലേ എന്ന് പറഞ്ഞാൽ നോമ്പ് തുടങ്ങി ഒരു നോമ്പ് 5 എത്തുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണല്ലേ ഒരു നോമ്പ് തുടങ്ങിയതില്ലേ എന്നിട്ട് ഒന്നാമത്തെ ലേ പൊട്ടിക്കും. പിന്നെ ഒരു 15 ആകുമ്പം എത്ര പെട്ടെന്നാലേ നോമ്പ് 15 ആയതില്ലേ, പകുതി ആയതില്ലേ എന്നിട്ട് അപ്പോൾ ഒരു ലേ പൊട്ടിക്കും. അവസാനത്തേക്ക് എത്തുമ്പം പടച്ചോനെ ഞാൻ ആകെ ഒരു 4-5 നോമ്പും കൂടി ഉള്ളൂലേ എന്നിട്ട് മൂന്നാമത്തെ ലേ, ഈ 3 ലേ കൂടി റമദാൻ കഴിയും. അതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ, റമദാൻ തറാവീഹ് സ്ഥിരം നിസ്കരിക്കുന്ന ആളുകൾക്കറിയാം, അരസൊഫ് കുറഞ്ഞു എല്ലാ പള്ളിയിലും അരസൊഫ് കുറഞ്ഞു. ഇനി ഒരു 20 ആകുമ്പോഴേക്കും ഒരു സൊഫ് കുറയും. പിന്നെ നമ്മുടെ മനസ്സിൽ ശൈത്താൻ വന്നിട്ട് പറയും, നബി ആകെ 3 തവണ മാത്രമല്ലേ പള്ളിക്ക് നിസ്കരിച്ചിട്ടുള്ളൂ. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയായിരുന്നു. പക്ഷെ നമ്മൾ തുടക്കത്തിലൊക്കെ പള്ളിക്കൊക്കെ പോയിരുന്നു. ആ ഹദീസൊക്കെ തുടക്കത്തിൽ അറിഞ്ഞാലും നമ്മൾ പള്ളിക്കൊക്കെ പോയിരുന്നു. പിന്നെ ഭക്തിയോടുകൂടി 5 റക്അത്ത് നിസ്കരിക്കണതല്ലേ 3/4 മണിക്കൂർ ഇമാമിൻ്റെ ബാക്കിൽ സാധാരണ നിസ്കരിക്കണേക്കാളും നല്ലത് എന്നതുകൊണ്ട് റക്അത്തും കുറയാൻ തുടങ്ങും. അവസാനം ചുരുക്കി പറഞ്ഞാൽ 11 ഉള്ളത് നമുക്ക് 5ഉം 7ഉമായി അവസാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭക്തിയോടുകൂടി തുടങ്ങിയ ഒരു ഇബാദത്ത് ഏറ്റവും സൂക്ഷ്മതക്കുറവോടുകൂടി അവസാനിക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കണം എന്നതാണ് ആദ്യം പറയാനുള്ളത്. ഞാൻ 2 അനുഭവങ്ങൾ പറയാം. നമ്മളെ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന നമ്മളിൽപ്പെട്ട ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിച്ചാൽ നമ്മൾ ഈ റമദാൻ ഒഴിവാക്കൂല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, എൻ്റെ നാട്ടിലൊരു പാവപ്പെട്ടൊരു സാധുവായൊരു ഉമ്മ, സാധാ കൂലിപ്പണിക്കാരൻ്റെ ഭാര്യയാണ്. 10-55 വയസ്സുണ്ടാവും എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികൾ വരെ ആയിട്ടുണ്ട്. പ്രാരാബ്ദങ്ങളും എല്ലാം ഉള്ളൊരു സാധാരണ ഒരു നാട്ടുംപുറത്തൊരു ഉമ്മാനെ ആലോചിച്ച് നോക്കുക. അപ്പം പള്ളിയിൽ, ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ്സിനെല്ലാം ആ ഉമ്മ 100 രൂപ വീതം, ക്ലാസ്സിന് ശേഷം മൗലവിമാർ എന്തെങ്കിലും സ്വതക്കകൾ ചോദിക്കുമ്പോൾ 100 രൂപ വീതം ഇങ്ങനെ സ്വതക്ക കൊടുക്കും. അഥവാ 30 ദിവസം 100 രൂപ, ഒരു 3000 രൂപ സ്വതക്ക കൊടുക്കും. അപ്പം വളരെ പ്രാരാബ്ദമുള്ള നമ്മുടെ സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് വരെ കിറ്റ് കൊടുക്കാൻ പാത്രം സാമ്പത്തികമായ പരാധീനതയുള്ള ഒരു വീട്ടിലെ ഒരു പാവപ്പെട്ട ഒരു ഉമ്മ, വല്യമ്മ, എല്ലാ മൗലവിമാർക്കും വരുന്ന അവരുടെ പിരിവിന് 100 രൂപ വീതം കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക്
റമദാനിൽ എല്ലാ ദിവസവും കൊടുക്കാൻ മാത്രം നിങ്ങൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണേ? അതിനെ ഉമ്മ പറഞ്ഞ മറുപടി സത്യത്തിൽ ഇങ്ങനൊരു സദസ്സിൽ പറയണം നമുക്ക് തോന്നി. കാരണം ദീനിനെ ആളുകൾ കാണുന്നത് എത്ര വലിയ മഹോത്തരമായിട്ടുള്ള കാര്യമായിട്ടാണെന്ന് ഉമ്മ പറഞ്ഞത്. മൗലവി കഴിഞ്ഞ റമദാനിൻ്റെ പുണ്യങ്ങളെപ്പറ്റി പറഞ്ഞിടത്ത് ഞങ്ങളുടെ മൗലവി പറഞ്ഞു, റമദാനിൻ്റെ ഓരോ നന്മ പറഞ്ഞിടത്തും പറഞ്ഞു, നിങ്ങൾ റമദാനിൽ ധാരാളം ദാനധർമ്മം ചെയ്യണം. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ഉദാഹരണമായി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ സ്വതക്ക കൊടുത്തിരുന്നു എന്നാണ്. മൗലവി ഞാൻ ആലോചിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലാളി അല്ലല്ലോ. നിങ്ങൾ ആലോചിക്കാനായിട്ട് ഒരു 55 വയസ്സുള്ള ഒരു ഉമ്മാൻ്റെ ആലോചനയാണ്. റസൂലുള്ള മുതലാളി അല്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണക്കാരനല്ലല്ലോ. ആ റസൂലുള്ള റമദാനിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ, അഥവാ ഖന്തക്കിൽ പട്ടിണി കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വയറ്റിൽ 2 കല്ല് വെച്ച് കിടങ്ങ് കുഴിക്കുമ്പോൾ പട്ടിണിയുടെ ആധിക്യം കൊണ്ട് 3 കല്ല് വെച്ചിട്ടാണ് മുത്ത് നബി കടങ്ങ് കുഴിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീടിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് സൂറത്ത് ഹുജറാത്ത് എന്നാണ്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ എന്നാണ്. റൂമുകൾ, വീടല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുക്കളയിൽ പാത്രങ്ങളുടെ അടിയിൽ വെക്കുന്ന, പാത്രങ്ങൾ വെക്കാൻ ഉപയോഗിക്കുന്ന തരിക ഉണ്ടല്ലോ, ആ തരിക പ്രവാചകൻ ഗസ്റ്റ് വരുമ്പം പാത്രം ഒഴിവാക്കിയിട്ട് എടുക്കും. എന്നിട്ട് പ്രവാചകന്റെ മേൽമുണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി കൊടുക്കും. അഥവാ അടുക്കളയിലും ഗസ്റ്റുകൾക്കും ഒരേ സാധനം. അത്രയും പ്രാരാബ്ദാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ സഹാബാക്കൾക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്ന് ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സഹാബാക്കൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇരുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചു കൂടായിരുന്നു എന്ന് ചോദിച്ചു. അതിൽ നമ്മുടെ ഉമ്മാന്റെ മറുപടി, വിളക്കിലേക്കൊഴിക്കാൻ എണ്ണയുണ്ടായിരുന്നെങ്കിൽ ഞാനും നബിയും കുടിച്ച് വിശപ്പ് മാറ്റുമായിരുന്നു, എന്നിട്ടല്ലേ വിളക്ക് കത്തിക്കുക. അത്രയും പട്ടിണിപ്പാവും, അത്രയും പട്ടിണിയിലായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗലവി റമദാനിൽ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ സ്വതക്ക കൊടുത്തു എന്ന് പറഞ്ഞാൽ നബി എവിടുന്നാ കൊടുത്തത്? ഞാൻ അവിടെ ആലോചിച്ചു, നബി എവിടുന്നാ കൊടുത്ത്? നബിക്ക് ഹദിയയായി കിട്ടിയിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെച്ചു റമദാനിൽ കൊടുക്കാൻ. അങ്ങനെ പ്രവാചകൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നബിനെക്കാളും പൈസക്കാരനാണല്ലോ റബ്ബർ വെട്ടാൻ പോണ എൻ്റെ കാക്കി ഞാനും. അപ്പം ഞാൻ കൊടുക്കണ്ട മൗലവി, ഞാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തറിയോ, അത്രയൊന്നും സാമ്പത്തികമല്ല, ഞാൻ ഇക്കാക്ക് എൻ്റെ വീട്ടു ചെലവിന് തരുന്ന പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കും. എന്നിട്ട് എൻ്റെ ആങ്ങളമാർ ചിലപ്പം വരുമ്പോൾ എനിക്കൊരു 200-300 തരും, ഞാൻ അതും എടുത്ത് വെക്കും. അങ്ങനെ റമദാൻ ആകുമ്പോഴേക്കും ഞാൻ 3000 ഉറുപ്പ്യ ഉണ്ടാക്കി വെക്കും. എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് 3000 ഉറുപ്പ്യ ഉണ്ടാക്കി വെക്കും. 3000 ആയാൽ ഞാൻ എൻ്റെ കാക്കാൻ്റെ കൈ കൊടുത്തിട്ട് പറയും, ഇക്കാക്ക നിങ്ങളിതിൻ്റെ ഒരു 30ന്റെ 100 നോട്ടാക്കിയിട്ടൊന്ന് കൊണ്ടുവരണം കേട്ടോ എന്ന് പറയും. കാക്ക പലചരക്ക് പീടിയിലോ പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും പോയിട്ട് 30ന്റെ നോട്ടുകൾ 30 നോട്ടുകളാക്കിയിട്ട് 100 നോട്ടുകൾ കൊണ്ടുവന്ന് റബ്ബർ ബാൻഡ് ഇട്ടിൻ്റെ കയ്യിൽ തരും. ഞാൻ ഓരോ പ്രഭാഷണത്തിന് പോകുമ്പോഴും അവിടുത്തെ മൗലവിമാർ ചോദിക്കുന്നതിന് ബിസ്മി ചൊല്ലി ഞാൻ ഈ 100 രൂപ വീതം കൊടുക്കും. സഹോദരങ്ങളെ, പ്രാരാബ്ദാണ് വീട്ടിൽ, പട്ടിണിയാണ് വീട്ടിൽ, കട്ടപ്പാടാണ് വീട്ടിൽ. മഹല്ലിന്ന് സക്കാത്തിന്റെ ഓഹരി കിട്ടേണ്ട വീടാണ്. ആ വീട്ടിൽ നിന്നാണ് സാധുവായ നബിന്റെ ഭാര്യയല്ല, സഹാബാക്കയുടെ ഭാര്യയല്ല, മൗലവിന്റെ പെണ്ണുങ്ങളല്ല, സാധാരണ ഓരോ ഖുതുബയും സാധുവായി കേൾക്കുന്ന നമ്മുടെ വീട്ടിലെ ഉമ്മമാരെ പോലെ അതിനേക്കാൾ ദാരിദ്ര്യമായി ജീവിക്കുന്നവർ പ്രവാചകന്റെ ജീവിതം മുന്നിൽ കണ്ട് റമദാൻ ഉപയോഗപ്പെടുത്തി കിട്ടിയത് കൊണ്ട് ദാനം ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പരലോകത്തേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ബാക്കിൽ നിൽക്കണം. നമ്മൾ ആലോചിക്കാനാണ് പറഞ്ഞത്, നഷ്ടപ്പെട്ട് കൂടാന്നുള്ളതുകൊണ്ട് പറയാൻ. 2, ഞാൻ നിലമ്പൂരാണ്. ആ ഭാഗത്ത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അവസാനത്തെ 10 2-3-4 ക്ലാസ് ഒരു പ്രദേശത്ത് ഇങ്ങനെ അതിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ ഒരു പള്ളിയിൽ പതിവായിട്ട് ളുഹറിനും അസറിനൊക്കെ ഇങ്ങനെ കയറേണ്ടി വന്നു. അപ്പോൾ പരിചയമുള്ള നമ്മുടെ ഒരു ISMന്റെ പ്രവർത്തകനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹം ഉണ്ട് ആ പള്ളിയിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ പള്ളിയിൽ സ്ഥിരം ഉണ്ടല്ലോ? അദ്ദേഹം പറഞ്ഞു, മൗലവി ഞാൻ എഴുത്തിക്കാഫിലാണ്, അവസാനത്തെ 10 എഴുത്തിക്കാഫിലാണ്. അപ്പോൾ നിങ്ങൾ എഴുത്തിക്കാഫിലാണോ? അദ്ദേഹം പറഞ്ഞു, ഭാര്യ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടാവും. തറാവിസ്കാരം കഴിഞ്ഞിട്ട് ഭാര്യ പോകും. എന്നിട്ട് മക്കളെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്താണ് ആക്കിയിരിക്കുന്നത്. എന്നിട്ട് രാവിലെ പെലച്ച ഭക്ഷണം കൊണ്ടുവരും. അതിനുശേഷം വീണ്ടും പോകും. വീട്ടിലത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് 10 മണിയാകുമ്പോഴേക്കും ഭാര്യ വരും.
രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഭാര്യ ഉണ്ടാവും, ഞാൻ അവസാനത്തെ 10 മുഴുവനായിട്ടുണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ചത്, ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അദ്ദേഹത്തിന് പ്രാരാബ്ദം ഉണ്ടാവും, നമുക്കറിയാം, തട്ടിമുട്ടിങ്ങനെ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോഴേക്കും വണ്ടി എന്തിനെങ്കിലും വർക്ക്ഷോപ്പ് കയറ്റാനുണ്ടാവും, എന്തെങ്കിലും ഫീസ് കൊടുക്കാനുണ്ടാവും, ജീവിച്ചിങ്ങനെ പോകേ. ഞാൻ അദ്ദേഹത്തോട് ഇതേ കാര്യം ചോദിച്ചു, അല്ല നിങ്ങൾ അവസാനത്തെ 10 ദിവസം, റമദാൻ്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ചിലവ്, ഫിത്ർ സക്കാത്തിൻ്റെ ചിലവ്, അവസാനത്തെ 10 പള്ളിയുമായി ബന്ധപ്പെട്ട ചിലവ് ഒക്കെ ഉണ്ടാവും, പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സാമ്പത്തികം, അതിന് അദ്ദേഹം പറഞ്ഞ ഒരു 32 വയസ്സുകാരനായ ISMന്റെ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞ വാചകം എന്താ അറിയും? മൗലവി, അവസാനത്തെ 10ൻ്റെയും എഴുത്തിക്കാഫിൻ്റെയും പുണ്യങ്ങൾ ഇങ്ങനെ മിമ്പറുമെന്ന് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ എത്ര കൊല്ലായി കേൾക്കണ്, ഞാൻ ഇത് ഇരിക്കണില്ലല്ലോ. ഇരിക്കാതിരിക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ, അതെന്താ? അദ്ദേഹം പറയാം, ഞാൻ ആലോചിച്ച് ഇരിക്കാതൊക്കെ എന്താ കാരണം? ഒറ്റ കാരണമുള്ളൂ, എനിക്ക് അവസാനത്തെ 10ൽ ഓട്ടം പോയിട്ടില്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല, പൈസ അല്ലെങ്കിൽ നല്ലപോലെ ജീവിക്കാൻ കഴിയില്ല. അഥവാ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായി എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ തിരിച്ചാലോചിച്ചു, മദീന പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നവർ സഹാബാക്കളാണല്ലോ, അവർക്ക് ഇൻ്റെ അത്ര ഇല്ലല്ലോ. പിന്നെ ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നതുകൊണ്ട് എനിക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടാതെക്കാൻ പാടില്ല. ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് അവസാനത്തെ 10ൻ്റെ പുണ്യം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തറിയ മൗലവി? അള്ളാഹ് എന്നോട് 10 ദിവസം ഇരിക്കാൻ പറഞ്ഞത്, 11 മാസവും 20 ദിവസവും എന്നോട് അള്ളാഹ് ഇരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. 11 മാസം 20 ദിവസം എൻ്റെ മുന്നിലുണ്ടല്ലോ. ഞാൻ അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചു, നീയത്ത് വെച്ചു, എനിക്ക് ബാക്കി 11 മാസം 20 ദിവസം ഓടിക്കിട്ടുന്ന പൈസയിൽ ഞാൻ 100 50 എടുത്തിട്ട് ഭാര്യൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, എന്ത് വന്നാലും അത് എടുക്കരുത്. ലോങ് ട്രിപ്പ് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ പൈസൻ്റെ 3/4 ഭാഗം എടുത്തിട്ട് ഭാര്യൻ്റെ കയ്യിൽ കൊടുക്കും. നോക്ക്, ഇതെടുത്ത് വെക്കണം. ഞാൻ 11 മാസത്തെ എൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഓട്ടത്തിനിടയിൽ സ്വരൂപിച്ച് വെക്കണ പൈസ 12,000 15,000 ഞാൻ എടുത്തു വെക്കും. അവസാനത്തെ 10 ആകുമ്പോഴേക്കും 15,000 എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ എഴുത്തിക്കാഫിരിക്കും. 15,000 രൂപ കൊണ്ട് ഞാൻ സാധാരണക്കാരനാണ്. എൻ്റെ പെരുന്നാളും എൻ്റെ അവസാനത്തെ 10ഉം എൻ്റെ ഫിത്ർ സക്കാത്തും എൻ്റെ പെരുന്നാക്കളുടെ ഡ്രസ്സും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ആ പണം കൊണ്ട് ഞാൻ തീരുമാനമാക്കും. അതുകൊണ്ട് എനിക്ക് രണ്ടും കിട്ടുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, എന്താ അറിയോ, നമ്മളവരെക്കാളൊക്കെ മുകളിലാണ്. ഇവിടെ ഇരിക്കണ ഭൂരിപക്ഷം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. നമ്മളിൽ ഭൂരിപക്ഷവും ഇവരെക്കാളൊക്കെ മുകളിൽ അള്ളാഹു സാമ്പത്തികം തന്ന ആൾക്കാരാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് വെച്ച് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ റമദാനിൻ്റെ അവസാനം വരെ നമ്മൾക്ക് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയണം. നമ്മൾ അവസാനത്തെ 10ൽ നമ്മളും കുടുംബവും പള്ളിയിൽ ഇല്ലാതിരിക്കരുത്. നമ്മുടെ അവസാനത്തെ 10 വരെ നമ്മുടെ കുടുംബവും നമ്മളും തറാവീഹിനില്ലാതിരിക്കരുത്. മടി വരരുത്. ഓതിയ ഖുർആൻ പകുതി വെച്ച് നിർത്തരുത്. കണ്ണ് സാക്ഷി പറയാൻ ഒരുങ്ങി നിൽക്കാൻ അവിടെ നിന്ന് മാറരുത്. ഖുർആൻ നമ്മൾക്ക് അനുകൂലമായി ഖുർആൻ നമ്മൾക്ക് സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തടസ്സം വരുത്തരുത്. നമ്മൾ കൊടുത്ത ദാനധർമ്മങ്ങൾ നമ്മൾ നിർത്തരുത്. നമ്മുടെ കാലുകൾ കൊണ്ട് പള്ളിയിലേക്ക് പോയത് ഇനി അവസാനിപ്പിക്കരുത്. സഹോദരിമാരെ, ജുമഅയും ജമാഅത്തും തറാവീഹും നിങ്ങളുടെ ഭാഗത്തുനിന്നും അലസത വരരുത്. അലസത വന്നാൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ മഹാസൗഭാഗ്യമാണ് ഇല്ലാതെയായി പോകുന്നത്. അതിന് മരിക്കണമെന്നില്ല. നിങ്ങൾക്കറിയോ, റമദാന്റെ തലേ ദിവസം എൻ്റെ മഹല്ലിൽ ഞാനൊരു മയ്യത്ത് നിസ്കരിച്ചു. പള്ളിക്കെന്ന് 70 മീറ്റർ അപ്പുറത്തുള്ളൂ. 70 മീറ്റർ അപ്പുറത്ത് പള്ളിന്ന് എൻ്റെ വീട് 100 മീറ്ററാണ്. 70 മീറ്റർ അപ്പുറത്തുനിന്ന് ബാങ്ക് കേട്ടാൽ ആദ്യമായി കേൾക്കുന്ന വീടുകളിൽ ഒന്നിന്ന് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. അല്പം പ്രായമുണ്ട്, മരിച്ചുപോയി. 24 മണിക്കൂർ അള്ളാഹു കൊടുത്തിരുന്നുവെങ്കിൽ ഖദ് അലല്ലക്കും ശഹറുൻ അളീമുൻ മുബാറകുൻ, പവിത്രമായ ഈ റമദാനിലേക്ക് അദ്ദേഹത്തിനും കടന്നു വരാമായിരുന്നു. പക്ഷെ കൊണ്ടുപോയി, അള്ളാഹു കൊണ്ടുപോയി. എൻ്റെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട ഒരു സഹോദരിയുണ്ട്. 3 മക്കളുടെ ഉമ്മയാണ്. റമദാനിന്റെ ഏതാനും മാസങ്ങൾക്കും മരണപ്പെട്ടു പോയി. അവളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ കഴിഞ്ഞ റമദാനായിരുന്നു. അവൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റയ്യാൻ കവാടത്തിലേക്ക് അവൾക്ക് സ്വാഗതമുണ്ടാകും. ഇല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ വിധി കാത്തിരിക്കുന്നുണ്ടാകും. നമ്മൾക്ക് അള്ളാഹു ഇത് തന്നു. ബഹുമാനനായ ഹാഫിദ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് തരുമ്പോൾ ഫലസ്തീനിൽ ബാങ്കൊലി, ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികളുള്ള നാടായിരുന്നു ഫലസ്തീൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികളുള്ള എണ്ണപ്പെട്ട നാടുകളിൽ ഒന്നായിരുന്നു ഫലസ്തീൻ.
ആ ഫലസ്തീനിൽ ലോകത്ത് പള്ളികൾ കുറഞ്ഞ നാടായി മാറി. അവനവന്റെ വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് 8 പള്ളികളിൽ നിന്ന് ഒന്നിച്ച് ബാങ്ക് കേട്ടവർ 8 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള ബാങ്കൊലിക്ക് വേണ്ടി ചെവികാതോർത്തിരിക്കുന്ന സാഹചര്യമാണ്. 12 വയസ്സുള്ള ആസിം സ്വന്തം ബാപ്പാന്റെ ഇമ്മാന്റെയും മുഖത്തോട് കൈകൾ വെച്ചിട്ട് മരിച്ചുപോയ ബാപ്പാന്റെ ഉമ്മാന്റെ എടുത്തു വെച്ച് നോമ്പ് തുറക്കുമ്പം പത്രമാധ്യമക്കാർ വന്ന് ചോദിച്ചില്ലേ, ആസിം നിനക്ക് എന്താണ് പറയാനുള്ളത്? ബാപ്പ പോയി, ഉമ്മ പോയി, പെങ്ങൾ പോയി, വീട് പോയി. സഹോദരങ്ങളെ, പ്രസംഗത്ത് കേൾക്കണ പോലല്ല. വയല് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എൻ്റെ ബാപ്പിയും എൻ്റെ ഭാര്യൻ്റെ 3 കുട്ടികൾ അവിടെ ഉണ്ടാവും. ഞാൻ തിരിച്ചെല്ലുമ്പോഴേ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം തുറക്കാത്തൊരു വാതിലുണ്ടെങ്കിൽ, അടുക്കള ഭാഗത്ത് തീയിന്റെ പുക കാണുന്നുണ്ടെങ്കിൽ, വീട് മൊത്തമായിട്ട് കത്തിച്ചാമ്പലായി എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ പ്രിയപ്പെട്ട 3 മക്കളും എൻ്റെ ഭാര്യയും വെന്ത് കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ശൂന്യതയുണ്ടാകും. ഇനി എന്താണ് എന്ന്. ഫലസ്തീനിലെ 100 കണക്കിന് മക്കൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. മരിക്കാൻ അവർക്ക് പേടില്ല, സഹോദരങ്ങളെ, തോൽക്കാൻ അവർക്ക് പേടില്ല. പക്ഷേ ജീവിതത്തിൽ അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ അവിടെയാണ് ബാങ്ക് കേൾക്കുന്ന പള്ളി അല്ല നൽകിയത്. തറാവീഹിന് എത്രയും ഓതുന്ന ഇമാമ നൽകിയത്, ഏസി പള്ളി അല്ല നൽകിയത്. വിട്ടുപോകരുത് മുജാഹിദുകളെ, വിട്ടുപോകരുത്. അവസാനം റയ്യാൻ കവാടം നമ്മൾക്ക് വേണ്ടി തുറക്കണം. അള്ളാഹു പറയണം, സ്വർഗമേ അണിഞ്ഞൊരുങ്ങി നിൽക്ക്, അണിഞ്ഞൊരുങ്ങി നിൽക്ക്. എന്റെ പാവപ്പെട്ട കുറെ സാധുക്കളായ അടിമകളുണ്ട്. അവർ ക്ഷീണിച്ചു നോമ്പെടുത്തവരാണ്. പൊരിവെയിലത്ത് കൂലിപ്പണിയെടുത്ത് നോമ്പെടുത്തവരുണ്ട് സ്വർഗമേ. ജീവിതത്തിലെ കട്ടപ്പാടുകൾക്കിടയിലും ദാനധർമ്മം നൽകിയവരുണ്ട് സ്വർഗമേ. കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും കസേരയിരുന്ന് നമസ്കരിച്ച, തറാവീഹ് നമസ്കരിച്ച സാധുക്കളായ മാതാപിതാക്കളുണ്ട് സ്വർഗമേ. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലും കാഴ്ച പോലും കുറഞ്ഞിട്ടും ടോർച്ചടിച്ച് പള്ളികളിലേക്ക് വന്നവരുണ്ട് സ്വർഗമേ. അതുകൊണ്ട് സ്വർഗമേ, അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്ക് എന്ന് അള്ളാഹു സ്വർഗത്തിനോട് പറയുന്നവരിൽ ക്യാമ്പിൽ വന്ന നമ്മൾ ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകരുത്. ആളുകൾ വിളിക്കും, പക്ഷെ നമ്മൾ പോകരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ പ്രസംഗിക്കല്ലോ, കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. അതിനെന്ത് വേണം? ബഹുമാനനായ സുഹരി മൗലവി പറഞ്ഞതിന്റെ അവസാനത്തെ ഒരു ഭാഗം പറയാൻ, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ വഴിയെങ്കിലും വിളിച്ച് സലാം പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കാതെ പെരുന്നാളിന്റെ ഈദ്ഗാഹിന് പോകരുത്, നഷ്ടമാകും. അറിയുമോ നിങ്ങൾക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് വഹയിലൂടെ ഏകദേശം മരിക്കുകയാണ് എന്ന് ബോധ്യമുണ്ടായി. പ്രവാചകന്റെ വഹി ദൗത്യങ്ങൾ കഴിഞ്ഞു, മക്കയും മദീനയും വിജയിച്ചു, ഖുർആനിന്റെ പൂർണ്ണമായ ആയത്തുകൾ ഇറങ്ങി. പ്രവാചകന് ബോധ്യം വന്നു, ഞാൻ ഇനി ആവശ്യമില്ല. പ്രവാചകൻ എന്താ ചെയ്തറിയോ? മദീന പള്ളിയിൽ മുഴുവൻ സഹാബാക്കളെയും വിളിച്ചുകൂട്ടി, മിമ്പറിൽ കയറി അവസാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ അവസാനം 2 ഭാഗം മറക്കരുത്. പ്രവാചകൻ ചോദിച്ചു, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കടമായിട്ട് ഇനി തരാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 3 സഹാബാക്കൾ കൈയുയർത്തി, പ്രവാചകരെ, ഞങ്ങൾക്ക് ഓരോ ദീനാറ് വീതം തരാനുണ്ട്. യാത്രാസംഗമം വന്നപ്പോൾ പൈസ തികയാതെ വന്നപ്പം നിങ്ങൾ ഞങ്ങളേക്കൊന്ന് ചോദിച്ചു വാങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരുന്നു. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാൻ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദീനാർ വീതം തരാനുണ്ട്. പ്രവാചകൻ തോൽ സഞ്ചി വിറ്റ് കിട്ടിയ 7 ദീനാറിൽ നിന്ന് 3 ദീനാർ ഓരോരുത്തർക്കായി കൊടുത്തു. കഴിഞ്ഞു. ബാക്കി 4 ദീനാർ സ്വതക്ക കൊടുക്കാനും വേണ്ടി പറഞ്ഞു. അവസാന റസൂൽ പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ സാമ്പത്തികമായ ഇടപാടുകൾ കഴിഞ്ഞു. ഇനി ഞാൻ ആരോടെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നിങ്ങൾക്ക് സങ്കടം വരുത്തുന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ വെച്ച് തീരുമാനമാക്കി ഇവിടെ നിന്ന് പോകണം, പരലോകത്തേക്ക് വെക്കരുത്. സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം നബിയോ കാരുണ്യത്തിന്റെ പ്രവാചകനോ ഏതെങ്കിലും ഒരു പൂച്ച ഒരു വസ്ത്രത്തിലിരുന്നാൽ ഉറങ്ങുകയാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുത്തി വസ്ത്രമെടുക്കരുതേ എന്ന് പറഞ്ഞ റസൂൽ ഒരു മനുഷ്യൻ ഉപദ്രവിക്കെ സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരും നബി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് സഹാബാക്കൾക്കിടയിൽ നിന്ന് ഒരു കൈ ഉയർന്നു. സഹാബാക്കൾ അന്തം വിട്ടുങ്ങനെ നോക്കി.
സഹാബി ഇങ്ങനെ കൈ ഉയർത്തി. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ്? റസൂലുള്ളാഹ്, താങ്കൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹ്, താങ്കൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ സ്വഫാക്കി നിർത്തിയില്ലേ? ഞാൻ ഒന്നാമത്തെ സ്വഫിലായിരുന്നു. ഞാൻ അല്പം മുന്നോട്ട് കയറിയിരിക്കുകയായിരുന്നു. താങ്കളുടെ വടി കൊണ്ടാണ് സ്വഫ് ശരിയാക്കിയത്. മുന്നിൽ കയറിയിരുന്ന എൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് താങ്കൾ വടി കൊണ്ടടിച്ച് അഥവാ തട്ടിയിട്ട് സ്വഫിലേക്ക് നേരെയാക്കി. പ്രവാചകരെ, അന്ന് താങ്കൾ അടിച്ച അടി എൻ്റെ വയറ്റിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവാചകരെ, താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാ പ്രവാചകരെ ഞാൻ കൈ ഉയർത്തിയത്. സഹാബാക്കൾ അന്തവാളിച്ചു നിന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ തിരിച്ചടിക്കാൻ പോകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. സഹാബാക്കളെ വകഞ്ഞു മാറ്റി ആ സഹാബി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി മേൽവസ്ത്രം പ്രവാചകൻ ഊരി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പ്രവാചകൻ വടി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ എവിടെയാണോ അടിച്ചത് അവിടെ തന്നെ നിങ്ങളും അടിക്കണം. ഞാൻ എത്ര ശക്തമായിട്ടാണോ അടിച്ചത് അതേ ശക്തിയിൽ നിങ്ങൾ അടിക്കണം. ഞാൻ എത്രമാത്രം വേദനയാണോ നിങ്ങൾക്കുണ്ടാക്കിയത് അതേ വേദന എനിക്കും ഉണ്ടാക്കണം. കുറവ് വരുത്തരുത്. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടി കൊടുത്തു. സഹാബാക്കൾ കരയാൻ കഴിയുന്നില്ല, അന്താളിച്ച് നിൽക്കാൻ. കാരണം പ്രവാചകനെ ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അടിക്കാൻ പോകുന്നു. ആരാണ് അവർക്ക് പ്രവാചകൻ എന്നറിയോ? പ്രവാചകന്റെ നേരെ വരുന്ന ശക്തമായിട്ടുള്ള അമ്പും വില്ലുകളും ശരീരത്തിൽ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റെടുത്തവർ. പ്രവാചകന്റെ മുഖത്തിന് നേരെ ആണി എയ്തപ്പോ സ്വന്തം കവിള് കാട്ടിക്കൊടുത്ത് അതേ ആണി മുന്നിലത്തെ 2 പല്ലുകൾ കൊണ്ട് കടിച്ചു പറിച്ചെടുത്ത് ആ പല്ല് നഷ്ടമായവർ. പ്രവാചകന്റെ നേരെ ആക്രമണങ്ങൾ വരുമ്പോ ജീവത്യാഗം ചെയ്ത് ശരീരം മുഴുവൻ വെട്ടുകൊണ്ട് പ്രവാചകന്റെ ശരീരത്തെ സ്വന്തം ശരീരത്തിനേക്കാൾ സംരക്ഷിച്ചവർക്കിടയിൽ ഇതാ അതേ പ്രവാചകനെ അടിക്കാൻ വേണ്ടി ഒരു സഹാബി വരുന്നു. പ്രവാചകന്റെ സഹാബാക്കൾ അന്തം വിട്ടുനിന്നു. പ്രവാചകൻ അടുത്തേക്ക് ചെന്നു, അദ്ദേഹത്തെ മുന്നിൽ നിർത്തി. സഹാബാക്കൾ അന്താളിച്ച് നിൽക്കുന്നിടയിൽ പ്രവാചകൻ കൊടുത്ത വടിയോട് അദ്ദേഹം നിന്നു. എന്നിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. ആളുകൾ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പ്രവാചകനെ അണച്ചു ചേർത്ത് പിടിച്ചു. പ്രവാചകനെ തുരുതുരാ ഉമ്മ വെച്ചു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ നിങ്ങൾ അടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രവാചകരെ, താങ്കളുടെ ശരീരത്തിൽ ഞാൻ വടി കൊണ്ട് അടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല നബിയെ, എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. പിന്നെ എന്തിനാണ് ഞാൻ വന്നതെന്നറിയോ റസൂലുള്ളാഹ്? ഞാൻ എന്തിനാ പിന്നെ വന്നതെന്നറിയോ? ഇതുപോലെ എൻ്റെ ശരീരവും താങ്കളുടെ ശരീരവും ഒന്നിച്ചു നിൽക്കാനുള്ള മഹാസൗഭാഗ്യം ഇനി ജീവിതത്തിൽ എനിക്ക് കിട്ടുകയില്ലല്ലോ എന്നറിഞ്ഞുകൊണ്ട് താങ്കളുടെ ശരീരത്തെ എൻ്റെ ശരീരത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി വന്നതാണ്. താങ്കൾ അടിക്കുന്നത് പോയിട്ട് ശരീരത്തിലൊരു വേദനയുണ്ടാക്കുന്നത് പോലും ഞങ്ങൾക്കൊരാൾക്കും സഹിക്കൂല. സഹോദരങ്ങളെ, പ്രവാചകൻ ആരാണ്? സ്വർഗത്തിൽ ആദ്യമായി അള്ളാഹു പ്രവേശിപ്പിക്കുന്നയാൾ, ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നയാൾ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിശ്ചയിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചയാൾ, ഹൗദിൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ അള്ളാഹ് നിശ്ചയിച്ചയാൾ, അള്ളാഹു കഴിഞ്ഞാൽ ഈ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് അല്ലാഹ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ, മലക്കിനേക്കാൾ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നതിന് മുമ്പ് ഒറ്റ വാചക പറഞ്ഞ്, സഹാബാക്കളെ, പരലോകത്തേക്ക് വെക്കലിൻ. ഞാൻ ആരെങ്കിലും ചെയ്തിക്കണമെങ്കിൽ ഇതാ തീരുമാനാക്കിൻ, പരലോകത്തേക്ക് വെക്കലിൻ. മുജാഹിദുകളെ, ISMകാരെ, യുവാക്കളെ, വിശ്വാസികളെ, പരലോകത്തേക്ക് വെക്കരുത്. പ്രവാചകനെക്കാളും വലിയൊരു ഈഗോ നമുക്കുണ്ടാണ്ട, പ്രവാചകനെക്കാളും വലിയൊരാളാണ് നമുക്കുണ്ടാണ്ട. സഹോദരങ്ങളെ, അതാണ് രണ്ടാമത്തേത്. 1, റമദാൻ അവസാനം വരെ ഉണ്ടാകണം. 2, നമ്മൾ ആരോടെങ്കിലും വല്ലതും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫോൺ വഴിയെങ്കിലും നമ്മൾ ബന്ധപ്പെട്ട് തെറ്റിയിട്ടില്ല, സലാം പറയുന്ന ബന്ധമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. മൂന്നാമത്തേത് നമ്മുടെ കുടുംബത്തെ കൂടി കൂട്ടണം. അവസാനത്തെ 10 കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണാം, പ്രവാചകൻ ഒറ്റക്കല്ല വരാറുള്ളത്, പ്രവാചകനും കുടുംബവും. ഞാൻ ഉമ്മമാരോട് പറയണം, ഉമ്മാരെ, നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മളെ കുടുംബം. വാപ്പാരെ, കരുതിയിരുന്നോളി.
നമ്മൾ ISM സജീവാക്കണം, MSM സജീവാക്കണം, ഇസ്ലാഹി പ്രസ്ഥാനം സജീവാക്കണം എന്നല്ലേ ഞാനിപ്പോൾ ISMകാരോട് പറയാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കോളൂ, നിങ്ങളുടെ മഹല്ലിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കോളൂ. സുന്നികൾ മാറാൻ വേണ്ടിയിട്ടല്ല, ജമാഅത്ത് ഇസ്ലാമിക്കാർ മാറാൻ വേണ്ടിയിട്ടല്ല, തബ്ലീഗ് ജമാഅത്ത് മാറാൻ വേണ്ടിയിട്ടല്ല. അവനാന്റെ കുട്ടികളെയും അവനാന്റെ കുടുംബത്തെയും അവനാന്റെ ആദർശത്തിൽ നിർത്തണമെങ്കിൽ മഹല്ലിലെ പ്രവർത്തനങ്ങൾ സജീവാക്കിക്കോളൂ. നമ്മൾ ക്യാമ്പിന് വരുമ്പം ഉമ്മാരെ നിങ്ങൾക്കറിയോ, ഇസ്ലാമികമായി ഖുത്ബ കേട്ട് ഹിജാബിന്റെ വസ്ത്രം ധരിച്ച് നിങ്ങൾ ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പം നമ്മുടെ കുട്ടികൾ ക്യാമ്പസിൽ നിന്നിട്ട് ബാക്കിയുള്ളവർ മൈക്കും പിടിച്ച് ചോദിക്കുക നമ്മളെ മക്കളോട്, അല്ല അടിവസ്ത്രം മാത്രമിട്ട് ഒരാൾ ക്യാമ്പസിലേക്ക് വന്നാൽ ആ പെൺകുട്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മഫ്തയിട്ട ഹിജാബിട്ട ഉമ്മമാരെ നമ്മുടെ പെൺകുട്ടിയുടെ മറുപടി എന്താ അറിയോ? അതൊക്കെ ഒരു ചോയ്സ് അല്ലേ, ഇടണ്ടോലിട്ടോട്ടെ, അതിനെന്താ നമ്മൾ പറയണത്? എന്താ പർദ്ദീനെ പറ്റിയിട്ട് മോളെ എൻ്റെ അഭിപ്രായം? പർദ്ദ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ തന്നെ ചാക്ക് കെട്ടിയ പോലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെതിരല്ലേ? പർദ്ദ ചോയ്സ് ആകുന്നില്ല നമ്മുടെ കുട്ടികൾക്ക്, അടിവസ്ത്രം ചോയ്സ് ആകുന്നു. എന്തേ കാരണം? അവർ കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ തോന്നിവാസങ്ങൾ മാത്രം പറയുന്നവരുടേതാകുന്നു. സഹോദരങ്ങളെ, അവിടെ നിന്ന് മാറണം. ബാപ്പമാരെ, നമ്മൾ പള്ളിയിലേക്ക് ജമാഅത്തിനും ജുമഅക്കും ഒന്നാമതായി പോകുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച ജുമഅക്ക് എൻ്റെ മകൻ പള്ളിയിലുണ്ട് എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മഹല്ലിൽ സജീവമായ പ്രവർത്തനം ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തുണ്ടാവുന്നറിയോ? സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചങ്ങാതിമാർ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന പലതും നമ്മൾക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. നിങ്ങൾക്കറിയുമോ, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞ് ഒരു പാവപ്പെട്ട ഒരുപ്പ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അത്ഭുതപ്പെടുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത്, മൗലവി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എല്ലാവരും പോകട്ടെ, എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം ചോദിക്കാനാണ്, സംശയമാണ്, നിങ്ങൾ പരിഹരിച്ചു തരണം. ഞാൻ ചോദിച്ചു എന്താണ്? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 3 മക്കളാണ്, പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പോയി, മൂത്ത മകൻ അവന് വിവാഹം കഴിഞ്ഞ് പേരക്കുട്ടികൾ 2 പേരുമുണ്ട്, അവൻ്റെ ഭാര്യയും പേരക്കുട്ടികളും എൻ്റെയും ഭാര്യൻ്റെയും കൂടെ തറവാട്ടിലാണ്, ആരും പോയിട്ടില്ല, അവൻ ഗൾഫിലുമാണ്. അവസാനത്തെ എൻ്റെ മകനുണ്ട്, 10-30 വയസ്സായി, അവന് ലഹരിക്കടിമയാണ്. എന്നിട്ട് പറയുന്ന വാചകം ഞാൻ വാപ്പാട് പറയട്ടോ, വാപ്പാരന്മാരെ, അദ്ദേഹത്തിൻ്റെ ചോദ്യം, അദ്ദേഹം പറയാൻ, എല്ലാ പൈസയും കൊണ്ടുപോയി അവൻ വാങ്ങും, അവൻ ഇഷ്ടമുള്ള സാധനം മുഴുവൻ ചുണ്ടത്തും കയ്യിലും ശരീരത്തിലൊക്കെ ആയിട്ട് അവൻ ഉപയോഗിക്കും. പൈസ തികയാതെ ഞാൻ കൊടുക്കാതെ വന്നപ്പോ ജേട്ടന്റെ കുട്ടിയുടെ അരയിലെ അരഞ്ഞാണം, സ്വർണ്ണാരഞ്ഞാണം ആരും കാണാതെ വലിച്ച് പൊട്ടിച്ച് കൊണ്ടുപോകും. കുട്ടിയുടെ അരയിൽ മുറിപ്പാടുണ്ട് മൗലവി. അലമാരയിൽ ജേട്ടന്റെ ഭാര്യയുടെ സ്വർണ്ണമുണ്ട് അല്പം, അലമാര കുത്തി തുറന്ന് സ്വർണം എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊരു ദിവസം പറമ്പിൽ ചെന്നപ്പോ ഇന്ന് വരെ താഴേക്കിടാറായിട്ടില്ല, പകുതി പോലും ആകാത്ത അടക്കയും തേങ്ങയും അവൻ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇടിയിപ്പിച്ചിട്ട് പച്ചത്തേങ്ങയും പച്ചടക്കയും അഥവാ മൂപ്പാകാത്ത അടക്കയും തേങ്ങയും അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിറ്റ് അതുകൊണ്ട് ഉപയോഗിക്കാൻ. ഞാൻ ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അദ്ദേഹത്തിന്റെ മറുപടി, മൗലവി ഉറങ്ങിയിട്ട് 3-4 കൊല്ലായി, അവൻ ഏത് സമയത്താ വരിക എനിക്ക് പേടിയാണ്. എന്നെ വിശ്വസിച്ചിട്ട് ഒരു പെൺകുട്ടിയും 2 കുട്ടികൾ അവിടെ ഉണ്ട്, എൻ്റെ കുട്ടി ഗൾഫിലാണ്, അവൻ്റെ ഭാര്യ 2 കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഭാര്യ ഉണ്ട്, എനിക്കവൻ എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ സംശയം? എന്താ സംശയം അറിയോ? അവനെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോയി ശിക്ഷ അനുഭവിച്ചു വന്ന് ഞാൻ ഹജ്ജിനോ ഉംറയോ ചെയ്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ബാപ്പാന്റെ ചോദ്യാണ്. ആരെ ബാപ്പാന്റെ ചോദ്യം അറിയോ? നമ്മളെ വിഭാഗം ബാപ്പാന്റെ ചോദ്യം, തൗഹീദുള്ള ബാപ്പാന്റെ ചോദ്യാണ്. എൻ്റെ ചെറിയ മകനെ ഞാൻ കൊന്ന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഹജ്ജിന് പോയാൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഉറങ്ങാനാ മൗലവി. എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ട് എത്ര കാലായി അറിയോ? ഗുളിക കൊടുക്കാണ് ഉറങ്ങാൻ. ഇവനെ പേടിച്ചിട്ട് വീടുകളിലേക്ക് വരും. എന്തേ പ്രശ്നം സൗങ്ങളെ? എന്തേ ഭക്ഷണമില്ലാത്തതാണോ? വേഷമില്ലാത്തതാണോ? ടൂർ പറഞ്ഞേക്കാത്തതുകൊണ്ടാണ്? അല്ല, പിന്നെയോ ഇതിൻ്റെയൊക്കെ കൂടെ അള്ളാഹുവിൻ്റെ ദീൻ അവിടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കണം. മഹല്ലുകളിൽ, വീടുകളിൽ നമ്മുടെ യുവാക്കളെയും മക്കളെയും പെൺകുട്ടികളെയും ഒരുമിപ്പിച്ചിരുത്തി ദീനിന്റെ കാര്യത്തിലേക്ക് കൊണ്ടുവരണം. എങ്കിലേ ബാപ്പാരെമാരെ, നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങൾക്കടുക്കൽ വന്നിട്ട് ഒരു ഉമ്മ മരിച്ചാൽ ഉമ്മയുടെ മയ്യത്തിന്റെ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? ഇങ്ങട്ടല്ലേ പ്രാർത്ഥന? ഇങ്ങട്ടല്ലേ അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ?
മരിച്ച ഉമ്മയുടെ ഏത് ഭാഗത്താണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് പോലും ഇമാമായി നിൽക്കാൻ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അറിയുന്നില്ലെങ്കിൽ, മുവഹിദുകളെ, വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ദഅവത്ത്. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഇല്ലെങ്കിൽ ആവർത്തിക്കുന്നു, നിസ്കരിക്കാൻ ഒരാളുണ്ടാവൂല. നമ്മൾക്കാകെയുള്ള സമ്പത്ത് എന്താ അറിയോ? ആകെയുള്ള സമ്പത്ത് മരിച്ചു കഴിഞ്ഞാൽ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ, ആ മക്കളുടെ പ്രാർത്ഥന പോലും കിട്ടൂല. അതുകൊണ്ട് നമ്മുടെ മക്കൾ ദീനിന്റെ വഴിയിലേക്ക് വരണം. അവർക്ക് ഇസ്ലാമിനോട് ഹെബ്ബുണ്ടാകണം, അവർക്ക് ഇസ്ലാമിക നിയമങ്ങളോട് ഹെബ്ബുണ്ടാകണം. അഥവാ ദീനിയായ ജീവിതത്തിനോട് എനിക്കെൻ്റെ ഉപ്പാനെ പോലെ ഉമ്മാനെ പോലെ ആകാൻ കഴിയണം എന്ന ചിന്ത ഉണ്ടാകണം. റസൂലുള്ളാഹിയെ അവർ സ്നേഹിക്കണം. പടച്ചോന്റെ നിയമങ്ങളോട് ഇഷ്ടത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മളൊരു ബാപ്പയും ഉമ്മയുമാവുക എന്ന ദൗത്യം പൂർത്തിയാക്കുക. അല്ലെങ്കിൽ എന്താണ്ടറിയോ? ദുനിയാവ് പോലും പോവും. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളും, നമ്മുടെ ആദർശത്തിൽ പോലും നിലനിൽക്കാത്ത മക്കളും, നമ്മുടെ വീടിൽ ശിർക്കിന്റെ വാസനകൾ വന്നു തുടങ്ങുന്ന വീടുകളും ഉണ്ടാണില്ലേ? ഉമ്മാരെ, തൗഹീദ് പടവെട്ടി കല്യാണം കഴിച്ച് ജീവിച്ചവരല്ലേ നിങ്ങളെ വീട്ടില്? അല്ലാഹു അല്ലാത്തവർക്കിതാ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്ന് ചോറ് വന്നാൽ നമ്മളെ നാട്ടിൽ ഫോൺ വിളിക്കും, മൗലവി ആണ്ട് നമ്മൾ കഴിക്കണില്ല, എന്നാലും നൈസ് പത്തിരി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബീഫ് കറി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഭക്ഷണം ഒഴിവാക്കണം എന്ന അള്ളാന്റെ നിയമത്തിനെതിരാണല്ലോ, അതുകൊണ്ട് കഴിച്ചൂടെ മൗലവി? ഞാൻ ആദ്യം ചോദിക്കൽ മരുവോളാണോ ഉമ്മയാണോ? മിക്കവാറും മരുവോളാണ്. അപ്പൊ വിളിക്കാനുള്ള കാരണം എന്താ? ഉമ്മ തിന്നണ്ടെന്ന് പറഞ്ഞിക്കണ്. അപ്പൊ പിന്നെ മരുവോള് വിളിക്കാൻ കാരണം എന്താ? ഉമ്മ ദീന് നോക്കാതെ കെട്ടിച്ചെടുത്തതാണ്. കാരണം കുഫു വെക്കണമെങ്കിൽ 1:47 1:34 ഉണ്ടായാലേ കുഫു വെക്കുള്ളൂ. ആദർശം കൊണ്ടുള്ള കുഫു ഒന്നും വേണ്ട, ഹൈറ്റ് മതി, ദൂരം മതി. അപ്പൊ എന്തായി? തൗഹീദിന്റെ കലണ്ടറുള്ള വീട്ടിൽ, വളണ്ടിയർമാരായി നമ്മൾ നിൽക്കുന്ന വീട്ടിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കി, ലഹമുൽ ഖിൻസീർ, പന്നിമാംസം, ദമ്, രക്തം, മൈത്തത്ത്, ശവം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവർക്ക് നേർന്ന ഭക്ഷണം, അത് പത്തിരിയാണെങ്കിലും ബസുമതി അരിയാണെങ്കിലും ബിരിയാണിന്റെ ചോറാണെങ്കിലും ആപ്പിളാണെങ്കിലും മുന്തിരിയാണെങ്കിലും, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അല്ല പ്രശ്നം, കിട്ടുന്ന വഴി ഹറാമാണെങ്കിൽ കഴിക്കരുത് എന്ന് പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ട് പഠിച്ചിട്ട് പോലും നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന അനിസ്ലാമികമായ ചോദ്യം നമ്മുടെ വീട്ടിൽ തുടങ്ങും. മാറ്റമുണ്ടാകണം. അങ്ങനെ മാറ്റമുണ്ടാകുക, ഇതേപോലെ ക്യാമ്പുകൾക്ക് കൊണ്ടുവരണം, അവരെയും ദീനിന്റെ കൂടെ കൊണ്ടുവരണം, തറാവീഹിന് മക്കളെ കൊണ്ടുവരണം, ക്ലാസ്സുകൾക്ക് മക്കളെ ഇരുത്തണം. അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ഇരുത്തുക. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ സമയബന്ധിതമായി ചുരുക്കുന്നു. മാതാപിതാക്കളെ 3 കാര്യം പറഞ്ഞ്, 1, റമദാൻ അവസാനം വരെ നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം, നമ്മൾക്ക് മടിയുണ്ടാകരുത്, തടസ്സമുണ്ടാകരുത്. 2, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കാതെ റമദാൻ അവസരമാണ്, ഫോൺ വിളിക്കുകയെങ്കിലും ചെയ്യുക, ബന്ധം സ്ഥാപിക്കുകയെങ്കിലും ചെയ്യുക, പരലോകത്തേക്ക് മാറ്റിവെക്കരുത്. 3, നമ്മുടെ കൂടെ നമ്മുടെ കുടുംബവും ഉണ്ടാവുക, മരുമക്കളും ഉണ്ടാവുക. ഇഫ്താറുകൾക്ക്, പള്ളികൾക്ക്, ദീനിന്റെ കാര്യത്തിന്, പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂടെ കൊണ്ടുവരിക. എങ്കിലാണ് നമ്മൾക്ക് സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾക്ക് അല്ലാഹു തൗഹീദ് നൽകി, അൽഹംദുലില്ലാ. നമ്മൾ അല്ലാഹു ശിർക്കിൽ നിന്ന് മോചിപ്പിച്ചു, അൽഹംദുലില്ലാ. ഖുറാഫാത്തിൽ നിന്ന് മോചിപ്പിച്ചു, അൽഹംദുലില്ലാ. ദീനിനെ കുറിച്ച് ബോധം നൽകി, അൽഹംദുലില്ലാ. ഇനി നമ്മൾക്ക് ജീവിച്ചാൽ മതി. ഇനി നമ്മൾക്ക് ജീവിച്ചാൽ മതി. ആ ജീവിതത്തിന് പറ്റിയ നാടും പറ്റിയ പ്രദേശവും പറ്റിയ സംവിധാനങ്ങളും ഒക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിനോട്, പടച്ചോനെ നീ എനിക്ക് ജീവിതത്തിൽ എന്തിനാണ് എന്നെ നരകത്തിലേക്ക് ഇട്ടത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. നമ്മൾക്കറിയാം അള്ളാഹുവിൻ്റെ വാക്കിൽ, വമൻ അഅറള അൻ ദിക്രി, എൻ്റെ നിയമങ്ങളെ, എൻ്റെ നിർദ്ദേശങ്ങളെ, എൻ്റെ ഖുർആനിനെ, എൻ്റെ ജീവിത രീതിയെ ആരാണോ അവഗണിച്ചത്, ഫഇന്നലഹു മഈസത്തൻ ദൻക, അവൻ അല്ലാഹു ദുനിയാവിൽ കുടുസമായ ജീവിതം നൽകും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്ത് അല്ലാഹു അവരെ കണ്ണു കാണാത്തവരായി കൊണ്ടുവരും. കോടാനുകോടി മനുഷ്യർ അവനവൻ ചെയ്ത പാപത്തിന്റെ ഫലമായി നെരിയാണിവരെയോ ഉപ്പുറ്റിവരെയോ
അരവരെയോ കണ്ഠനാളം വരെയോ മൂക്കിൻ തുമ്പ് വരെയോ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിറയാർന്നു നിൽക്കുന്ന പരലോകത്ത് അല്ലാഹു ഐനൽ ജബ്ബാരൂന വൈനൽ മുതകബ്ബിറൂൻ, എവിടെയാണ് തമ്മാടികളും എവിടെയാണ് താന്തോന്നികളും എന്ന് പറയുന്ന സമയത്ത് കോടാനുകോടി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന പരലോകം കാണാൻ കഴിയാതെ, വിചാരണ കാണാൻ കഴിയാതെ, ഗ്രന്ഥം നൽകുന്നത് കാണാൻ കഴിയാതെ, സ്വർഗവാസത്തിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നത് കാണാൻ കഴിയാതെ, നരകത്തിലേക്ക് ആളുകളെ ഇടുന്നത് കാണാൻ കഴിയാതെ, അള്ളാഹുവിനെ കാണാൻ കഴിയാതെ, അമ്പിയാക്കന്മാരെ കാണാൻ കഴിയാതെ, കുടുംബക്കാരെ കാണാൻ കഴിയാതെ, പരലോകം എന്താണ് എന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ വിറയാർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, നീ എന്തിനാണ് എന്നെ കണ്ണു കാണാത്തവനാക്കിയത്? ഞാൻ കാണുന്നവനായിരുന്നല്ലോ, ഞാൻ എല്ലാം ദുനിയാവിൽ കാണുന്നവരായിരുന്നല്ലോ. അള്ളാഹുവിന്റെ വാക്ക് മുഹമ്മദേ, ബഷീറെ, ഫാത്തിമ, കാഴ്ച തന്നിരുന്നു, നിനക്ക് തന്നിരുന്നു. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഖുർആൻ ഓതുന്നതിന് പകരം അതേ കണ്ണുകൾ കൊണ്ട് ഫോണുകളിലൂടെ തോന്നിവാസം കണ്ടവനായിരുന്നു. നിനക്ക് അള്ളാഹു കാഴ്ച നൽകിയിരുന്നു. നിനക്ക് അള്ളാഹുവിന്റെ ദീൻ കാണുന്നതിന് പകരം നാട്ടിലുള്ള മുഴുവൻ തോന്നിവാസങ്ങളും കാണാൻ നിനക്ക് സമയമുണ്ടായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാനും റമദാനിൽ നേടിയെടുത്ത ചൈതന്യം നിലനിർത്തുവാനും കുടുംബത്തെ ദീനിന്റെ വഴിയിൽ ചേർക്കുവാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കുവാനും അള്ളാഹു നിഷിദ്ധമാക്കിയ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുവാനും അള്ളാഹു നിലനിർത്തണമെന്ന് പറഞ്ഞ ബന്ധത്തെ നിലനിർത്തുവാനും നിനക്ക് സമയമോ കാഴ്ചയോ നിനക്ക് മതിയാകാതെ വന്നിരുന്നു. അഥവാ അള്ളാഹു തന്ന കാഴ്ചയ്ക്ക് എതിരെ ദുനിയാവിൽ നീ ജീവിച്ചപ്പോ ആ കണ്ണ് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചു. അതുകൊണ്ട് നിനക്ക് ഇന്നു മുതൽ കാഴ്ചയുണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിളിയാളമുണ്ടാകും, പ്രഖ്യാപനമുണ്ടാകും, വിധിയുണ്ടാകും. ആ വിധിക്ക് നമ്മളടക്കമുള്ള ഒരാളും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് ഈ റമദാനിനെ സജീവമായി ഉപയോഗപ്പെടുത്തി റയ്യാൻ കവാടത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായി പോകുമ്പോൾ നമ്മളെ ഓരോരുത്തരുടെയും പേരുകൾ മലക്കുകൾ വിളിക്കണം. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നമ്മുടെ പേരുകൾ വിളിക്കണം. അതിൽ നമ്മുടെ കുടുംബവും ഉണ്ടാകണം, നമ്മുടെ കൂട്ടുകാരുണ്ടാകണം, നമ്മുടെ പ്രവർത്തകരുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥാ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് സഹായിച്ച ആളുകളുണ്ട്. ചെറുപ്പകാലഘട്ടത്ത് പ്രയാസഘട്ടങ്ങളിൽ താങ്ങായി നിന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കൂടെ നിന്നവരുണ്ട്. നാഥാ നീ അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ, അള്ളാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഭാര്യാഭർത്താക്കന്മാർ, മക്കൾ എല്ലാവർക്കും നാഥാ സമാധാനവും സന്തോഷവുമുള്ള ജീവിതവും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇതേ തർബിയത്ത് സംഗമത്തിൽ സാമ്പത്തികമായി ഇവിടെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഉള്ളത് കൊണ്ട് സഹായിച്ചവർ റഹ്മാനായ നാഥ നീ അവരുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഒരു ക്യാമ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ISMന്റെ പ്രവർത്തകന്മാർ, KNMന്റെ നേതാക്കന്മാർ, MSMന്റെ പ്രവർത്തകന്മാർ, MGMന്റെ സഹോദരിമാർ, ഈ പ്രദേശത്തിന്റെ മഹല്ല് നിവാസികൾ നാഥാ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സഹോദരങ്ങളെ, IMBയുടെ വലിയ ഒരു ധനസമാഹരണത്തിന് വേണ്ടിയുള്ള ഈത്തപ്പഴത്തിൻ്റെ കിറ്റുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. പരിവിൻ്റെ പരമാവധി ആളുകൾ അതിനുവേണ്ടി സഹകരിക്കണം. 500 രൂപയാണ്. മാറാരോഗികൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ്. നല്ല നിയ്യത്തോടുകൂടി നമ്മുടെ മഹല്ലുകളെ നോമ്പ് തുറക്ക് വേണ്ടി പറ്റുമെങ്കിൽ വാങ്ങിക്കൊണ്ടു പോവുക. പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കാൻ കഴിയുന്നതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹോദരിമാരടക്കം അതിനുവേണ്ടി സഹകരിക്കുക. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിൽ നിന്നെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണ് എങ്കിൽ ഈ റമദാൻ കൊണ്ട് സ്വർഗ്ഗം ലഭിക്കുന്ന വിശ്വാസികളിൽ നാഥാ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ നീ പുറത്തുനിന്ന് ഒരിക്കൽ പോലും ശിർക്ക് ചെയ്യാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത,
ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേയറ്റം സഹായിക്കുന്ന ഒരുപാട് ഇസ്ലാഹി സെന്ററിലെ പ്രവർത്തകന്മാരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഗൾഫിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്. റഹ്മാനായ നാഥ, നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.